പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്നും മരണവാർത്തകൾ ഇടുന്ന എനിക്ക് ഇന്ന് ഒട്ടേറെ മരണവാർത്തകളാണ്. അതിലേത് മരണവാർത്തയാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സുബ്ഹാനല്ലാഹ്, ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായത് ഒരു ഗ്രാമം മുഴുവനുമാണ്, അതിലുള്ള മനുഷ്യരും. അതിൽ ആരുടെ മരണവാർത്തയാണ് ഞാൻ അറിയിക്കേണ്ടത്? കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തമല്ലേ നമുക്ക് കാണിച്ചു തന്നത് പടച്ച തമ്പുരാൻ. എന്നാലും നമ്മൾ പഠിക്കില്ല. നമ്മൾ ഓർക്കുക ഓരോ നിമിഷവും മരണത്തെക്കുറിച്ച് മാത്രം. നന്നാവും, നമ്മൾ നന്നാവും. നമുക്ക് നന്നാവാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ, അത് മരണമാണ്. ഏറ്റവും നല്ല ഉപദേശവും മരണമാണ്. മരണത്തെക്കുറിച്ച് വീഡിയോ ഇടുന്ന എന്നെ പോലും കമന്റിലൂടെ പരിഹസിച്ചില്ലേ? മരണത്തെ ഓർക്കാനും മരണത്തെ ഓർമ്മിപ്പിക്കാനും മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനുമാണ് ഞാനിടുന്ന ഓരോ മരണവാർത്തയും. അതിനെപ്പോലും പരിഹസിച്ച് കമന്റ് ഇടുന്നവരുണ്ട്. മാതാപിതാക്കളെ കാണാതെ കരയുന്ന കുഞ്ഞുമക്കൾ, മുലകുടി പോലും മാറാത്ത കുഞ്ഞിനെ കാണാതെ കരയുന്ന മാതാവ്, ഉപ്പയുടെ ജീവൻ പോയാലും തൻ്റെ മകൻ രക്ഷപ്പെടണമെന്ന് കരുതി തൻ്റെ മകനെ ഈ കൈകളിൽ തോളോട് ഉയർത്തി അങ്ങ് ചളിയിലേക്ക് ആണ്ടു നിന്നു. ആ മകൻ രക്ഷപ്പെട്ടു, ഉപ്പ മരണപ്പെടുകയും ചെയ്തു. അങ്ങനെ എത്ര മരണവാർത്തകളാണ് ഞാൻ നിങ്ങളോട് പറയേണ്ടത്? എൻ്റെ നാട്ടിൽ പഠിപ്പിക്കുന്ന ഒരു ഉസ്താദ്, ആ ഉസ്താദിന്റെ കുടുംബവും ആ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടു. ഉസ്താദ് ചോദിക്കുക, ഞാൻ ഇത് എങ്ങോട്ടാ ഇനി പോകേണ്ടതെന്ന്. എൻ്റെ എല്ലാം നഷ്ടപ്പെട്ട് ആരെയും കാണാനുമില്ല, ഞാനിനി എങ്ങോട്ടാ പോകേണ്ടതെന്ന്. അങ്ങനെ ഒരുപാട് മരണവാർത്തകളുണ്ട് പറയാൻ. പക്ഷേ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്, മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നത്, മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ഉസ്താദ് സജീർ സഖാഫിയാണ്. ആ ഉസ്താദിന്റെ വാക്കുകൾ നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കുക. മാറ്റത്തിന് മരണചിന്ത, അടുത്ത ഹെഡിങ് അതാണ്. ആള് മാറണമെങ്കിൽ എന്ത് വേണം? മരണത്തെക്കുറിച്ചുള്ള ചിന്ത വന്നാലും കുറെയൊക്കെ ആള് മാറിക്കിട്ടും. തഴവ ഉസ്താദിന്റെ മവാഹിബുൽ ജലിയയിൽ പറയുന്നുണ്ട് ഒരു സംഭവം. എല്ലാം മാറും. മരണത്തെക്കുറിച്ചുള്ള ചിന്ത വന്നാൽ എല്ലാ സംഗതിയും മാറും. തടി കുറയും. എത്ര വലിയ തടിയുള്ള ആളാണെങ്കിലോ തടി കുറയാനുള്ള നല്ല മരുന്ന് മരണത്തെ കുറിച്ച് ചിന്തിക്കലാണ്. എന്നാ പിന്നെ തടി അങ്ങ് കുറയണം. തഴവ ഉസ്താദിന്റെ മവാഹിബുൽ ജലിയയിൽ പറയുന്നുണ്ട് അങ്ങനെ ഒരു സംഭവം. ഒരു രാജാവ്, പൊണ്ണത്തടിയനായ രാജാവ്. ആ രാജാവിന്റെ തടി ഇങ്ങനെ വല്ലാതെ കൂടി വരുന്നു. അയാൾക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. വല്ലാത്ത പ്രയാസം. ഡോക്ടർമാരെ മുഴുവനും വിളിച്ചു വരുത്തി ഈ പൊണ്ണത്തടിക്ക് മരുന്ന് എന്താണെന്ന് ചോദിച്ചു. അങ്ങനെ പല ഡോക്ടർമാരും അവർക്ക് അറിയുന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ചികിത്സ നടത്തി. പക്ഷേ ഇയാളെ തടി കുറയുന്നില്ല എന്നല്ലാതെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കണം. എന്തൊക്കെ ചെയ്യാം? അങ്ങനെയുള്ളൊരവസ്ഥ. അവസാനം ഒരാള് നല്ല ആ വിഷയത്തിൽ അറിവും കഴിവൊക്കെ ഉള്ള ആളാണെന്ന് പറഞ്ഞിട്ടോ മറ്റോ അയാളെ കൊണ്ടുവന്നു. അയാളോട് അതിന് പരിഹാരം ചോദിച്ചു. നിങ്ങളെ തടി കുറയാൻ, അല്ലെങ്കിൽ എന്റെ തടി കുറയാൻ എന്താ മാർഗം? അപ്പൊ മൂപ്പര് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങള് കുറച്ച് ദിവസം പറഞ്ഞു കൊടുത്തിട്ട് ഈ ദിവസത്തിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ മരിക്കൂ എന്ന് പറഞ്ഞു അയാളോട്, രാജാവിനോട്. മരിക്കൂ എന്ന് പറഞ്ഞപ്പോ തന്നെ അയാൾക്ക് അത് ബേജാറായി. അപ്പൊ അയാള് പറഞ്ഞ്, മരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊല്ലുമെന്നും പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ മരിക്കുമെന്ന് അയാളോട് പറഞ്ഞു. ഇപ്പൊ നമ്മളോട് ഒരാള്, അത്രയും ഉറപ്പുള്ള ഒരാൾ നമ്മളോട് മരിക്കും എന്ന് പറഞ്ഞാല് പിന്നെ നമ്മൾ തീർന്നില്ല. പിന്നെ അത് കേട്ടപ്പോ ചിലപ്പോ അറ്റാക്കായിട്ട് മരിക്കും ചിലപ്പോ. അങ്ങനെ ഉണ്ട് ചില ആൾക്കാർ. അപ്പോ ഇയാളെന്തായിരുന്നു പറഞ്ഞാൽ, ഈ രാജാവ് പിന്നെ മരണത്തെ കുറിച്ചുള്ള ചിന്ത ഇയാളെ മനസ്സിലടിച്ച് കയറി. ഇയാള് പിന്നെ തിന്നുന്നില്ല, കുടിക്കുന്നില്ല, എല്ലാത്തിനും നിയന്ത്രണം തന്നെ. എന്ത് തിന്നിട്ട് എന്താ വേണ്ടത്, എന്ത് സൂക്ഷിച്ചിട്ട് എന്താ വേണ്ടത്, മരിക്കല്ലേ. ഈ ചിന്ത മനസ്സിൽ വന്ന് അങ്ങനെ പറഞ്ഞ ആ ആള് പറഞ്ഞ ആ സമയം ഏകദേശമായി. അങ്ങനെ മരിക്കൂല്ലെന്ന് നോക്കാൻ വേണ്ടി ആളുകളിൽ ഇങ്ങനെ നിൽക്കുകയാണ്. രാജാവ് മരിക്കും പറഞ്ഞ സമയമാണല്ലോ. അങ്ങനെ മറ്റേ വിളിപ്പിച്ച്, മരിച്ചില്ല, ആ സമയമായിട്ട് മരിച്ചില്ല, നിങ്ങളല്ലേ മരിക്കൂന്ന് പിന്നെ മരിച്ചില്ലല്ലോ. അപ്പൊ ഇയാള് പറഞ്ഞ്, മരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ തടിയെല്ലാം കുറഞ്ഞില്ല ഇപ്പോ. അപ്പൊ തടിയെല്ലാം കുറഞ്ഞ ആളിപ്പോ നല്ല ഫിറ്റായി.
അപ്പം ഞാൻ അതിനു വേണ്ടി നിങ്ങൾക്ക് ഒരു മരുന്ന് പറഞ്ഞു തന്നതാണ്. യഥാർത്ഥത്തിൽ മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ തടിയും കുറക്കും, നമ്മുടെ പല കാര്യങ്ങളും അതിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മ നന്നാക്കുന്നതിന്, പാഠത്തിൽ പറഞ്ഞ കാര്യം ഞാൻ വായിക്കാം, നമ്മ നന്നാക്കുന്നതിന് ഉപയുക്തമായ കാരണമാകുന്ന ഒന്നാകുന്നു മരണചിന്ത. നന്നാകണം എന്ന് ആഗ്രഹമുള്ള ആൾക്ക് ഏറ്റവും നല്ല പരിപാടി മരണത്തെക്കുറിച്ച് ചിന്തിക്കലാണ്. ഒരു നിലക്കും ശരിയാകുന്നില്ല, പിന്നെയും തെറ്റ് ചെയ്ത് പോകുക തന്നെയാണ്, ഒന്നും റെഡിയാകുന്നില്ല. എന്താ ഇപ്പൊ ഇതിനൊരു പരിഹാരം, ഒരു പൂർണ്ണമായ പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മരണത്തെക്കുറിച്ചുള്ള ചിന്ത അത് നമ്മളെ മനസ്സിൽ അടിച്ച് കയറിയാൽ തീർച്ചയായും പിന്നെ നന്നാകാനുള്ള മാർഗങ്ങൾ അത് തുറക്കപ്പെടുന്നതാണ്, അതിലേക്ക് നമ്മൾ വരുന്നതാണ്. അതാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാ രസങ്ങളും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ നന്നായി ഓർക്കണം. എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ നന്നായി ഓർക്കണം. മരണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയും. മരണത്തോടുകൂടെ എല്ലാം തീർന്നു പോകും, ഒന്നും പിന്നെ ഉണ്ടാവില്ല, അതോടുകൂടെ തീർന്നു, എല്ലാം തീർന്നു. ദിക്റുൽ മൗത്ത് വൽ ഇസ്തിഅദാർ എന്ന ഹെഡിങ് പറഞ്ഞുകൊണ്ട് ധാരാളം കിതാബുകളിൽ ഈ വിഷയം ഉലമാ പറയുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ അത്തദ്കിറ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ഒരാൾ വന്നു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്, ഞാൻ റസൂലുള്ളാഹിന്റെ അരികിൽ ഇരിക്കുമ്പോഴാണ് ഒരാൾ വരുന്നത്, അൻസാരികളിൽപ്പെട്ട ആള്. അദ്ദേഹം വന്നിട്ട് റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞു. സലാം പറഞ്ഞിട്ട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹി അയ്യുൽ മുഅ്മിനീന അഫ്ളൽ, നബിയേ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യനാരാണ്, ഏറ്റവും നല്ല ആളാരാണ്? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ മറുപടി പറഞ്ഞു, അഹ്സനുഹും ഖുലുഖാ, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ് ഏറ്റവും നല്ല ആളെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം ആ സ്വഹാബി ചോദിക്കുന്നത്, ഫഅയ്യുൽ മുഅ്മിനീന അഖിയസ്, നബിയെ മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ബുദ്ധിമാനാരാണ്, ഏറ്റവും നല്ല ബുദ്ധിയുള്ള ആളാരാണ്? ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അക്സറുഹും ലിൽ മൗതി ദിക്റാ, മരണത്തെക്കുറിച്ചുള്ള ചിന്ത ആരാണോ വർദ്ധിപ്പിക്കുന്നത് അയാളാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. അത് മാത്രം പോരാ, ചിന്തിച്ചാൽ മാത്രം പോരാ, പിന്നെയോ അഹ്സനുഹും ലിമാ ബഅദഹും ഇസ്തിഅദാദൻ ഉലൈകൽ അഖിയാസ്, ആ മരണശേഷം എനിക്ക് ഏറ്റവും നല്ല സുഖകരമായ ജീവിതം ഉണ്ടാകണമെന്ന ചിന്തയിൽ ധാരാളം സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചു കൂട്ടി അങ്ങനെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ഒരുക്കങ്ങൾ നടത്തുന്നവർ ആരാണോ അവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാന്മാരെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ബിബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അരികിൽ ഒരിക്കൽ അതേ ആയിഷ ബിബി റസൂലുള്ളാഹിന്റെ അടുത്തേക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ ബിബി ചോദിക്കുന്നുണ്ട് ഒരു ചോദ്യം, യാ റസൂലല്ലാഹ് ഹൽ യുഹ്ശറു മഅ ശുഹദാഇ അഹദുൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷികളായ ശുഹദാക്കൾ ഉണ്ടല്ലോ, ആ ശുഹദാക്കൾ വലിയ പോലീസയുള്ളവരാണ്, ആഖിറത്തിൽ വലിയ സ്ഥാനമുള്ളവരാണ്. ആ ശുഹദാക്കളുടെ കൂടെ ആരെങ്കിലും നാളെ ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമോ? ശുഹദാക്കളുടെ പദവികളും സ്ഥാനങ്ങളും കിട്ടുന്ന ആളുകൾ ആരാണ് എന്ന് ചോദിച്ചപ്പം ഹബീബായ റസൂലുള്ളാഹി മറുപടി പറഞ്ഞത്, അതെ, അങ്ങനെ ഒരു വിഭാഗമുണ്ട്. ആരാന്നറിയോ? എല്ലാ ദിവസവും ചുരുങ്ങിയത് 20 പ്രാവശ്യം, ശ്രദ്ധിക്കണേ, എല്ലാ ദിവസവും ചുരുങ്ങിയത് ഫിൽ യൗമി വൽ ലൈലത്തി 20 മറ നഅമ്മൻ യദ്കുറുൽ മൗത ഫിൽ യൗമി വൽ ലൈലത്തി 20 മറ, രാവിലെയും വൈകുന്നേരവും അഥവാ ഒരു ദിവസം ആ ദിവസത്തിൽ ചുരുങ്ങിയത് 20 പ്രാവശ്യം മരണത്തെക്കുറിച്ച് ഓർമ്മിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരാരാണോ അവരാണ് നാളെ ആഖിറത്തിൽ ശുഹദാക്കളുടെ കൂടെ യാത്രയാക്കപ്പെടുന്നവർ, ശുഹദാക്കളുടെ കൂടെ ഒരുമിച്ച് കൂട്ടപ്പെടുന്നവർ എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്. തീർന്നില്ല, മുത്തുനബി തങ്ങൾ പറയുന്ന ഒരു വാക്ക് നല്ലോണം ശ്രദ്ധിക്കണം. അതേ, കഫാബിൽ മൗതി വാഇദാ, മനുഷ്യന് ഉപദേശകനായി മരണം തന്നെ മതി, മറ്റൊന്നും ആവശ്യമില്ല.
നന്നാകാനാണ് സാധാരണ ഉപദേശിക്കാറ്. എന്നാൽ ഉപദേശത്തിന് ഏറ്റവും നല്ല ഉപദേശകനാരാണ്? മരണമാണ്. ആരുടെ മരണം? മറ്റുള്ള ആളുകളുടെ മരണം. നമ്മുടെ ഉറ്റവരും ഉടയവരുമായ ആളുകൾ മരിക്കുന്നില്ലേ? ആ മരണം തന്നെ വലിയ ഉപദേശമാണ്. ആ മരണം തന്നെ നമ്മുടെ ജീവിതത്തെ മാറ്റാനുള്ള വലിയ പാഠമാണ്, ഉപദേശമാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ള പറയുന്നത്, നിങ്ങൾ മരണത്തെ ഓർക്കുക. ആ മരണത്തെ ഓർത്താൽ അത് കുറ്റങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതാണ്, ദുനിയാവിൽ നിങ്ങളെ പരിത്യാഗികളാക്കുന്നതാണ്. മരണത്തെ കുറിച്ചുള്ള ഓർമ്മ നിങ്ങൾക്ക് തലക്ക് പിടിച്ചാൽ പിന്നെ തെറ്റ് ചെയ്യാൻ തോന്നൂല, കുറ്റങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള അവസരമായി. അതേപോലെ തന്നെ ദുനിയാവിന്റെ ഒരു ചിന്തയിൽ നമ്മളെ കിട്ടൂല, ദുനിയാവിന്റെ ഒരു ഭാഗത്ത് നമ്മൾ പോകില്ല. അതിന്റെ അടിച്ചു പൊളിക്കാൻ, സുഖിക്കാൻ, അതിന് അങ്ങനെയുള്ള ഭക്ഷണങ്ങളും അങ്ങനെയുള്ള ആർഭാടപൂർവമായ ജീവിതം ഇതൊന്നും നമ്മൾ കിട്ടൂല. വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിക്കും. മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ കയറിയാൽ ജീവിതത്തെ പടക്കുന്നതും അള്ളാഹു തന്നെയാണ്. പാഠത്തിലേക്ക് വരാൻ ഞാൻ ആ പാഠം വായിക്കുകയാണ്. എന്റെ ഇടയിലുള്ളതെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ തീർന്നില്ല, ഇനിയും ഉസ്താദിന് ഒരുപാട് പറയാനുണ്ട്. നിങ്ങളുടെ സമയവും വിലപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾക്കിത് കൂടുതലായിട്ട് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്ത തന്നെ നല്ലൊരു വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.